വെക്കേഷനുമായി ബന്ധപ്പെട്ടാണ് മൂന്നാറിലേക്ക് ഒരു യാത്ര സംഘടിപ്പിച്ചത്. കുടുംബസമേതമായിരുന്നു ഈ യാത്ര. പ്രകൃതിയെ ഇത്ര മനോഹരമായി ആവിഷ്കരിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്തതിൽ മൂന്നാറിനെ പോലെ മറ്റൊരു ദേശം ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. വയനാടിൻ്റെയും ഊട്ടിയുടെയും മനോഹാരിതയുടെ ഏകദേശം 10 ഇരട്ടിയെങ്കിലും സൗന്ദര്യ മേഖലയാണ് സത്യത്തിൽ മൂന്നാർ എന്ന് പറയുന്നത്. ഈ മേഖലയിൽ കൃഷി ഉണ്ടാക്കുന്ന ഭാഗം അന്വേഷിച്ചാണ് ഞങ്ങൾ പോകുന്നത്. മൂന്നാറിൻ്റെ ഒത്ത മധ്യത്തിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ഊടുവഴിയിലൂടെ സഞ്ചരിച്ചാണ് കാർഷിക മേഖല ഉണ്ടാക്കുന്ന ഭാഗത്തെത്തുക. അവിടുന്ന് ലോഡ് കയറ്റി വരുന്ന ലോറിയാണ് ഈ കാണുന്നത്. ചെറിയ ട്രാക്കാണ്. വണ്ടി സൈഡ് കൊടുക്കാനൊക്കെ വലിയ പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും മറയില്ല എന്നുള്ളത് പറയാൻ പറ്റും. തേയിലത്തോട്ടം പരന്ന് കിടക്കുന്നത് കൊണ്ട് സുരക്ഷിതമുണ്ട്. അപ്പോൾ വാഹനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സഹകരണത്തോട് കൂടിയിട്ട് നമ്മൾക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. സർവ്വ മേഖലയിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് മൂന്നാർ യാത്ര സംഘടിപ്പിച്ചത്. പോകാൻ വേണ്ടി പല ഘട്ടത്തിൽ ശ്രമിക്കാറുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിൻ്റെ ഭാഗമാണ് എന്ന ഒരു സന്തോഷം നമുക്കുണ്ട്. ഊട്ടിയും കൊടൈക്കനാലും ഒക്കെ നോക്കുന്ന സമയത്ത് അതെല്ലാം മറ്റ് സംസ്ഥാനത്തിൻ്റെയാണ്, തമിഴ്നാട് സർക്കാരാണ്. ഇത് കേരളം തന്നെയാണ്. ഇടുക്കിയിൽ നിന്ന് വല്ലാതൊന്നും വൈദൂരമില്ലാതെ ഈ മേഖലയിൽ എത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഞങ്ങൾ കോഴിക്കോട് നിന്നാണ് പുറപ്പെട്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു ഉച്ച സമയത്ത് പോയി അവിടെ മൂന്നാറിൻ്റെ കുറച്ച് മുമ്പായിട്ട് അവിടെ റൂമെടുത്ത് താമസിച്ചു. പിറ്റേ ദിവസം രാവിലെയാണ് അവിടെ എത്തുന്നത്. ഒരു ചുരം മോഡലാണ്, ഒരു 10-60-70 വളവൊക്കെ ഉള്ള ഒരു ചുരം പോലെ. വയനാട് ചുരം തന്നെ ഏകദേശം അത്ര കഠിനമായ വളവും പിന്നെ ഇടുങ്ങിയ പ്രദേശവുമല്ല എന്നേ ഉള്ളൂ. വിശാലമായിരിക്കുന്ന പ്രദേശത്തുള്ള ചുരം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. മേലെത്തിക്കഴിഞ്ഞാൽ സർവ്വ ഭാഗങ്ങളിലും സൗന്ദര്യമാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് തന്നെ കുളിർക്കുന്ന രീതിയിലാണ് ഈ പ്രകൃതി ഈ മേഖലയെ സംവിധാനിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ എത്തുന്നതോട് കൂടിയിട്ട് തന്നെ നമുക്ക് വല്ലാത്ത രീതിയിലൊരു മാനസികപരമായിരിക്കുന്ന ഒരു സംതൃപ്തിയും ഒരു സന്തോഷവും ഉണ്ടാവും. ഈ മേഖല മുഴുവനും അങ്ങനെയാണ്. ഏകദേശം ഇടുക്കിയുടെ ഭാഗങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നീട് കാണുന്ന പ്രദേശത്തിനൊക്കെ അതിൻ്റേതായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന സൗന്ദര്യം. എവിടെ നിന്ന് ഫോട്ടോ എടുക്കണം അല്ലെങ്കിൽ ചിത്രീകരിക്കണം എന്ന് നമ്മൾക്ക് തന്നെ കൺഫ്യൂഷനായി പോകും. ഇറങ്ങി നടക്കുകയാണോ നല്ലത് അല്ലെങ്കിൽ വണ്ടിയിൽ പോവുകയാണോ നല്ലത് എന്നുള്ളതിനും കൺഫ്യൂഷനാണ്. അത്രക്ക് സൗന്ദര്യം പതിച്ചു വെച്ച ഒരു പ്രദേശമായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഫാമിലി ചിലപ്പോൾ ആളുകളൊക്കെ ഇറങ്ങിയിട്ട് നടക്കാൻ വേണ്ടി താല്പര്യം കാണിച്ചു. അവർക്ക് അതിൻ്റെ ഫ്രീഡം ഉണ്ട്, അങ്ങനെ ചെയ്യാൻ വേണ്ടി കാണിച്ചു. ഒരാളിപ്പോൾ ചിത്രം എടുക്കുകയാണ്. നമ്മുടെ വാഹനങ്ങൾ വരുന്നതിൻ്റെ വീഡിയോ പകർത്തുന്നതാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഇത് പകർത്തുന്നവർക്കൊരാനന്ദമുണ്ട്, വണ്ടി ഓടിക്കുന്നവർക്ക് മറ്റൊരു ആനന്ദമുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ രീതി കാര്യങ്ങളൊക്കെ വരുന്നത്. 2 ദിവസം ഏകദേശം ഈ ഭാഗങ്ങളിലുണ്ടായിരുന്നു. 3-ാമത്തെ ദിവസമാണ് മടങ്ങിയത്. എന്നാലും യഥാർത്ഥത്തിൽ മുഴുവൻ ഭാഗം കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു 3 ദിവസം തങ്ങിയിട്ട് നിൽക്കണം, എന്നാലേ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഡാമുണ്ട്. മൂന്നാർ എന്ന് പറയുന്ന സമയത്ത് ആറുകളാണ്. ആറ് എന്ന് പറഞ്ഞാൽ പുഴകൾ, അങ്ങനെ സംഗമിക്കുന്ന ഏരിയകളുണ്ട്. പിന്നെ ഹൈഡ്രജൻ ബലൂൺ കൊണ്ട് ആകാശത്തിലൂടെ ഉയർന്ന് പൊന്താവുന്ന അങ്ങനത്തെ സംവിധാനങ്ങളുണ്ട്. കുട്ടികൾക്കായിട്ടുള്ള പാർക്കുകളുണ്ട്, മുതിർന്നവർക്കുള്ള പാർക്കുണ്ട്. ഒരുപാട് സംവിധാന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. കുതിര സവാരികൾ വേറെയുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഈ ഷൂട്ടിംഗ് പോലെയുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്നിട്ട് ഒരുപാട് ചിത്രങ്ങളുടെ ഷൂട്ടിങ്ങൊക്കെ ഇവിടെ മൂന്നാറിനെ കേന്ദ്രീകരിച്ച് തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം പോയിട്ട് പിന്നീട് രണ്ടാമത് പോകുന്ന സമയത്ത് നമ്മൾക്ക് ഏകദേശം ഒക്കെ മനസ്സിലാവും ഈ ഭാഗങ്ങളിലൊക്കെ സിനിമയുടെ ഏത് ഭാഗങ്ങളിലാണ് വന്നതെന്നൊക്കെ ഏകദേശമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സർക്കാരും വലിയ രീതിയിലുള്ള സഹായ കാര്യങ്ങളൊക്കെ നൽകാറുണ്ട്.
അപ്പോൾ റോഡ് ശുചിത്വം നല്ല ശുചിത്വം ഉള്ളതാണ്. പിന്നെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊന്നും നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ മൂന്നാറിൻ്റെ പല ഭാഗങ്ങളിലും മലബാർ കേരള ബിരിയാണി, മലപ്പുറം ബിരിയാണിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഈ വണ്ടികളിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഇങ്ങനെ സെയിൽ ചെയ്യും. അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ചില പ്രദേശത്തൊന്നും ഹോട്ടലും ഉണ്ടാവില്ല. കൂടി നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെയാണ് ഹോട്ടൽ ഉണ്ടാകുന്നത്. അതിൽ ഒറ്റപ്പെട്ട ഭാഗങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഹോട്ടലും ഉണ്ടാവില്ല. അപ്പോൾ അവിടെയൊക്കെ പല ഭാഗങ്ങളിലും കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ പിക്കപ്പ് വണ്ടികളിൽ അല്ലെങ്കിൽ മാരുതി കാറിലൊക്കെ ഭക്ഷണം കൊണ്ടുവന്നിട്ട് വിൽപ്പന നടത്തും. കൂടുതൽ ബിരിയാണി ഉണ്ടാവും. 150 രൂപയാണ് ഒരു പാക്കറ്റ് ബിരിയാണിക്ക് ഉണ്ടാവുക. 2 കഷ്ണം ചിക്കൻ ഉണ്ടാവും, അത്യാവശ്യം നന്നായിട്ട് ഭക്ഷണം ഉണ്ടാവും. ഒരു കഷ്ണമാണെങ്കിൽ നമ്മൾ 100 രൂപ കൊടുത്താൽ മതി. അങ്ങനെയാണ് അതിൻ്റെ അവരുടെ സിസ്റ്റം, അങ്ങനെയാണ്. പിന്നെ വെള്ളം കുടിവെള്ളം അവരുടെ കയ്യിലുണ്ടാവില്ല, വാട്ടർ വെള്ളം ഉണ്ടാവുക. നമ്മൾ വെള്ളം കരുതണം. അങ്ങനത്തെ കരുതിങ്ങായിട്ടൊന്നും പോകണം. കുട്ടികളൊക്കെ ആയിട്ട് ഈ മേഖലയൊക്കെ ഒന്ന് സഞ്ചരിച്ചിട്ട് യാത്ര ചെയ്യുന്നത് എപ്പോഴും വലിയ ഗുണമുള്ള കാര്യമാണ്. കാരണം നമുക്കും ഒരു ആസ്വാദനമാണ്. പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു ഓർമ്മക്കുറിപ്പായിട്ട് മൂന്നാർ യാത്ര ഒക്കെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ രീതി ഇങ്ങനെ തന്നെയാണ്. ഈ പ്രകൃതിയുടെ മധ്യത്തിലൂടെ ചെറിയ ചെറിയ റോഡുകളുണ്ട്, കൊച്ചു കൊച്ചു റോഡുകൾ. ആ റോഡുകൾ പല ഭാഗങ്ങളിലായിട്ട് തിരിയുന്നതാണ്. പ്രത്യേകിച്ച് ഇവിടെ എസ്റ്റേറ്റുകൾ, ഇങ്ങനെ കാപ്പിത്തോട്ടങ്ങൾ, അതേപോലെ തന്നെ തേയിലത്തോട്ടങ്ങൾ, അതിൻ്റെ മധ്യ മറ്റ് പച്ചക്കറികൾ ഉണ്ടാക്കുന്നത്, അങ്ങനത്തെ ഏരിയകളാണ്. വീടുകൾ, ആൾതാമസം കുറവാണ് ഇത്തരം ഭാഗങ്ങളിലൊക്കെ. അവിടുന്ന് ഇപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഏകദേശം നമ്മളീ പോകുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ ഈ ഫ്രൂട്ട്സുകൾ, വെജിറ്റബിൾ ഒക്കെ ഉണ്ടാക്കുന്ന ഏരിയയാണ്. ആ ഏരിയയിലേക്ക് നമ്മൾ 3 കിലോമീറ്റർ എന്ന് പറയുന്ന സമയത്ത് 3 കിലോമീറ്റർ തെക്ക് വടക്ക് ഭാഗങ്ങളിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് എവിടെയും ഒരു വീട് പോലും ഇല്ല. ആളൊഴിഞ്ഞ പ്രദേശമാണ്. 2 ഭാഗത്തും നല്ല മനോഹരമായിരിക്കുന്ന പ്രകൃതി കാണാം. ഈ പോകുന്ന റോഡ് എന്ന് പറഞ്ഞാൽ ടാറിങ് ചെയ്യാത്ത റോഡാണ്. അതുകൊണ്ട് അതിൻ്റേതായിരിക്കുന്ന ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇത്രയും ആളുകളൊക്കെ ഇങ്ങനെ നിത്യേന വന്നുകൊണ്ടിരിക്കുന്ന ഈ ഏരിയകളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ റോഡ് സൗകര്യ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാത്തതെന്ന് നമ്മൾ ചോദിച്ചു അവരോട്. അപ്പോൾ അവർ പറഞ്ഞു, തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് അടുത്ത മാസം ഒരു 6 മാസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, അതോടുകൂടി റോഡൊക്കെ ടാറിങ് ചെയ്യും എന്നുള്ള വിവരമൊക്കെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെയാണ് അവർ നമുക്ക് മറുപടിയായിട്ട് തരുന്നത്. അപ്പോൾ ഒരു വാഹനം ഇപ്പോൾ വരികയാണെങ്കിൽ, ഇപ്പോൾ ട്രാക്ടറാണ് വരുന്ന സമയത്ത് നമുക്ക് സൈഡ് കൊടുക്കാൻ അതിൻ്റേതായിരിക്കുന്ന കുറച്ച് പ്രയാസമുണ്ട്. എന്നാലും എന്താ പറയുക, അതും ഒരു ആസ്വാദനമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ചെറിയൊരു സ്ഥലം ഉണ്ടായിക്കാണ് അവരങ്ങ് പോയിക്കോളും. ഒരു തേയിലയുടെ ഇലകൾ നുള്ളിയിട്ട് അത് ചാക്കിലാക്കിയിട്ട് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോവാണ്. നമ്മളീ പോകുന്ന ഭാഗത്തും ഫാക്ടറികളൊക്കെ ഉണ്ട്. ആ ഫാക്ടറിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. അതിൻ്റെ ഉണ്ടെങ്കിൽ അതെന്താ അറിയോ, അത് നമുക്ക് ചിത്രീകരിക്കാനും നമുക്ക് പ്രഷർ കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റും. അതിൻ്റെ അകത്തേക്ക് അവർ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. മറ്റുള്ള പുറമുള്ള ആൾക്കാരൊക്കെ എത്തുന്ന സമയത്ത് അതിൻ്റേതായ ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ പറഞ്ഞു. അങ്ങനെ നമുക്ക് അകത്തേക്ക് പ്രവേശനം അവർ സമ്മതിച്ചിട്ടില്ല. പകരം ചുറ്റുഭാഗത്ത് ഈ കൃഷികൾ ഉണ്ടാക്കുന്ന രീതികൾ, അതിൻ്റെ മെഷീനറി സംവിധാനങ്ങൾ, അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ, പിന്നെ അവിടേക്ക് ഈ ചെടികൾ പോലെയുള്ള വസ്തുക്കൾ നടാൻ വേണ്ടി എത്തുന്ന വാഹനങ്ങളും അതിൻ്റെ സൗകര്യങ്ങളും അതിൻ്റെ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, അതേപോലെ തന്നെ കൃഷി ഭാഗമായിരിക്കുന്ന കൃഷികളൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞാൽ തിരിച്ചു പോകാനുള്ള സംവിധാനം ഒരുക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം യഥാർത്ഥത്തിൽ അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏരിയകൾ, നമ്മൾ മലബാർ ഏരിയയൊക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ 3 കിലോമീറ്റർ ഉള്ളോട്ടൊക്കെ പോയിട്ട് ഇത്ര മനോഹരമായിരിക്കുന്ന ഇടങ്ങളിലൂടെ പോയി കാർഷിക മേഖലയൊക്കെ എത്തുന്ന തീരെ കുറവാണ്. പ്രത്യേകിച്ച് വയനാട്ടിൽ തന്നെ നോക്കുകയാണെങ്കിലും ചില റോഡുകളൊക്കെ നല്ല സൗന്ദര്യമുള്ള പച്ചപ്പ് പതിച്ചതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതിന് ഉള്ളോട്ട് ഒരുപാടൊന്നും പോയി തന്നെ അവിടെ ഗ്രാമീണ മേഖല എത്തുമ്പോൾ, ജനവാസ മേഖല എത്തുന്ന സമയത്ത് അവിടെ നിന്ന് പോകും. പിന്നീട് അങ്ങോട്ട് എന്തില്ല, പിന്നെ ഇങ്ങനെ വാഹനങ്ങൾ കടത്തിവിടാനുള്ള സൗകര്യങ്ങൾ, റോഡ് സൗകര്യങ്ങളൊക്കെ വലിയ കുറവായിട്ടാണ് കാണുക. ഇവിടെ യഥാർത്ഥത്തിൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. ഇവിടെ അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അപ്പോൾ 3 കിലോമീറ്ററിൻ്റെ ഇടതും വലതും ഭാഗങ്ങൾ നോക്കുന്ന സമയത്ത് എത്രാനും ഏക്കറ ആയിരക്കണക്കിന് ഏക്കറ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത്രയും ഏക്കറ ഇങ്ങനെ പരന്നെടുക്കാം. നമ്മുടെ ഏരിയ അങ്ങോട്ട് കഴിഞ്ഞിട്ട്, ഈ കൃഷി ഉണ്ടാക്കുന്ന ഏരിയ അങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു മല പോലെ വരികയാണ്. ഈ മലൻ്റെ മേൽഭാഗങ്ങളൊക്കെ ഇതേപോലെ തന്നെ ഒരു കാർഷിക ഭൂമിയായിട്ട് ബന്ധപ്പെട്ട മേഖലയായിട്ടാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്.
അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സന്ദർശിക്കാൻ വരിക, ചുറ്റുപാടൊക്കെ കാണുക, പ്രകൃതിയെക്കുറിച്ച് വിവരങ്ങൾ പറയുക. പിന്നെ കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് സ്കൂളിലെ കുട്ടികളൊക്കെ പറയുന്ന സ്കൂളിലെ കുട്ടികളോടൊക്കെ അധ്യാപകർ പറഞ്ഞ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന്, നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ അതേക്കുറിച്ച് നിങ്ങളൊരു വിവരണം കൊടുക്കണം. നിങ്ങൾ കണ്ടത്, നിങ്ങൾ അനുഭവിച്ചത്, യാത്ര തിരിച്ചത്, മറ്റുള്ള യാത്രനെ അപേക്ഷിച്ച് കൊണ്ട് ഈ യാത്രക്കുള്ള ഗുണങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അനുഭവക്കുറിപ്പുകൾ അതൊക്കെ ഡയറിയാക്കി എഴുതി വെക്കാൻ വേണ്ടി പറ്റും. വേണമെങ്കിൽ അത് പിന്നെ സ്കൂളിലൊക്കെ സബ്മിറ്റ് ചെയ്യാനും പറ്റും. അതൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ മാറി വരുന്ന സമയത്ത് പിന്നെ അതിൻ്റേതായിരിക്കുന്ന ഈ ഇത്ര ദൂരയാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പരമാവധി ഭക്ഷണ കാര്യങ്ങൾ, ചോറൊന്നും അല്ലാത്ത ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കരുതുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ കുടിവെള്ളം കരുതണം. പിന്നീട് അതല്ലാത്ത വെള്ളം ബോട്ടൽ, കാറിലൊക്കെയാണ് മിക്കവാറും കൂടുതൽ പോകുന്നതെങ്കിൽ ബോട്ടൽ, പരമാവധി ബോട്ടൽ 5-8 ബോട്ടൽ, ഞങ്ങൾ 6 ബോട്ടിൽ 5 ലിറ്ററിൻ്റെ 6 ബോട്ടിലൊക്കെ വെള്ളം നിറച്ച് വെച്ചു, എന്തൊരാവശ്യമുണ്ടെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ രണ്ടാമത്തെ ദിവസം റൂമെടുത്ത സമയത്ത് അവിടെ നിന്ന് പെട്ടെന്ന് മഴയെല്ലാം വന്നിട്ട് വണ്ടി ഇടിച്ച് പോസ്റ്റിന്, അങ്ങനെ കറണ്ട് പോയി. പറഞ്ഞ പോലെ തന്നെ ഈ എടുക്കപ്പെട്ട വെള്ളത്തിനൊക്കെ ആവശ്യം വന്നു. അത് കുറേ ഗുണം എന്തായാലും നമുക്ക് ആ വിഷയമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ മൂന്നാറിൻ്റെ വിഷയത്തെപ്പറ്റി പറയുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട്, ഇടുക്കിയുടെ ഭാഗമായിട്ടാണ് ഈ മൂന്നാർ വരുന്നത്. മൂന്നാറിൻ്റെ ടൗൺ ഏരിയ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ കച്ചവടക്കാരും പിന്നെ കുതിരസവാരി നടത്തുന്നവരും ഫോട്ടോ എടുക്കുന്നവരും ഇതെല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്നാട് സ്വദേശികളാണ്. അവിടെ പല ആൾക്കാർ നമ്മൾ പരിചയപ്പെടുന്ന സമയത്തൊക്കെ തമിഴ് സ്വദേശികൾ അവിടെ വന്നിട്ട് കച്ചവട കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ വരും. അത് ഈ നമ്മുടെ ഇലകൾ നുള്ളുന്ന, തേലിൻ്റെ ഇല നുള്ളുന്ന ചിത്രങ്ങളൊക്കെ എടുക്കുന്ന രീതിയിലുള്ള മോഡൽ കൊട്ടയും അതിൻ്റെ ഡ്രസ്സും വെച്ചിട്ടുള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടി ആളുകൾ നിൽക്കുന്നതും, അതവർ 2 രീതിയിൽ തരും. ഒന്നുകിലും ഫോട്ടോ ആയിട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തരും, അതല്ലെങ്കിൽ അവർ പ്രിൻ്റ് എടുത്ത് തരും. പ്രിൻ്റ് എടുക്കുന്നത് 100 രൂപയും അല്ലാത്തതിന് 30 മുതൽ 50 രൂപ, അങ്ങനെയൊക്കെയാണ്. ഓരോരുത്തരുടെ രീതിക്കനുസരിച്ചാണ് കാശ് വാങ്ങുന്നത്. അത്രയൊക്കെ യഥാർത്ഥത്തിൽ നല്ലതാണ്. ഞങ്ങളൊക്കെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ് മൂന്നാറിൽ നിന്ന് 3-ാമത്തെ ദിവസം ഞങ്ങൾ മടക്ക യാത്ര ചെയ്തത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പച്ചക്കറി തോട്ടത്തിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുകയാണ്. പതുക്കെ സ്ലോ ആണ് പോകുന്നത്. അതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ടാറില്ലാത്ത റോഡാണ്, അതുകൊണ്ടാണ് പതുക്കെ ആവുന്നത്. ഈ കല്ലുകൾ പാകിയിട്ട് മാത്രമേ ഉള്ളൂ. അതുപോലെ ടാറിങ് നടന്നിട്ടില്ല. JCB കൊണ്ട് അത് പരത്തിയിട്ടുമില്ല. അപ്പോൾ അതിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ ഉണ്ട്. അങ്ങനെ വളരെ സ്ലോയിൽ അങ്ങനെ. പക്ഷേ ഗുണമെന്ന് പറഞ്ഞാൽ ആസ്വദിച്ച് ആനന്ദിച്ച് പ്രകൃതിയൊക്കെ കണ്ട് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം നമ്മൾ പോയാലും യഥാർത്ഥത്തിൽ നമുക്കിത് അവസാനിക്കില്ല. മാത്രമല്ല ഇതിൻ്റെ ഒരു ആസ്വാദനം മനസ്സിൽ നിന്ന് പോവില്ല എന്നുള്ളത് ഇതിൻ്റെ യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇത് എല്ലാ കാലത്തും ഓർമ്മക്കുറിപ്പായിട്ട് വരും. അവരൊക്കെ വലിയ പ്രായമാകുന്ന സമയത്തൊക്കെ മൂന്നാർ യാത്ര, പ്രകൃതിയുടെ മനോഹരമായിരിക്കുന്ന തീരത്തു കൂടി തങ്ങളങ്ങനെ വാഹനം ഓടിച്ച് പതുക്കെ കഥകളും തമാശകളൊക്കെ പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയിൽ ഇങ്ങനെ വരും. അങ്ങനെ വലിയ ഗുണമുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് പോയി ഞങ്ങൾ അങ്ങനെ ഒരു കുറഞ്ഞ സമയം അവിടെ നിർത്തിയതാണ്, സ്റ്റോപ്പ് ചെയ്തതാണ്. എന്നിട്ട് ചുറ്റുഭാഗത്തൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് നോക്കി ഏരിയകളും മറ്റുള്ള ഭാഗങ്ങളും. നമ്മുടെ ഈ പ്രകൃതി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്ന എല്ലാ ഭാഗവും മനോഹരമാണ് എന്നുള്ളതാണ്. വന്ന ഭാഗവും നമുക്ക് എത്താനുള്ള പ്രദേശവും നമ്മുടെ വലതു ഭാഗവും ഇടതു ഭാഗവും എല്ലാ ഭാഗവും ഒരേ രീതിയിൽ തന്നെ ആസ്വദിക്കാൻ പാകത്തിലാണ് ഇതിൻ്റെ സംവിധാനം എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം.